ഹായ്, ദിസ് ഈസ് സൂപ്പർ 30. ഇവിടെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തേക്ക് ജെയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച 30 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ഷാൽ ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ഇങ്ങനത്തെ ഉള്ള വര, ഈ വരയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ. ഇതുമായിട്ട് തീറ്റ ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊജക്ടൈലിനെ എടുത്ത് എറിഞ്ഞു. എത്ര വെലോസിറ്റിയിലാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ എറിഞ്ഞു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കമ്പോണൻസ് വരയ്ക്കുക. തീറ്റയോട് ചേർന്ന കമ്പോണൻറ്റ്, അത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അതെന്തായിരിക്കും? ഇവിടെ യു കോസ് തീറ്റ ആയിരിക്കും. ഇവിടെ എത്രയാണ്? 25 ഇൻറ്റു കോസ് തീറ്റ. ഇനി ഇവിടെ വരുന്ന കമ്പോണൻറ്റ്, ഇതതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും. അതെന്താണ്? യു സൈൻ തീറ്റ. ഇവിടെ എത്ര? 25 സൈൻ തീറ്റ. ഇത്രയും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞൊരു സാധനം എന്ത് ചെയ്യും? ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീഴും. പ്രൊജക്ടൈൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ശരി, ബാക്കി വായിക്കാം. ഇനി പറയുന്നത്, ആഫ്റ്റർ ടി സെക്കൻഡ്സ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് ദ ഹൊറിസോണ്ടൽ ബിക്കം 0. ഇവിടെ പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ടുള്ള ഇൻക്ലിനേഷൻ 0 ആയെന്നാണ്. അതായത് തീറ്റയുടെ വാല്യൂ എത്രയായി? 0 ആയി. എപ്പോഴായത്? ടി സെക്കൻഡിൽ. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് തീറ്റയുടെ വാല്യൂ 0 ആവുക? ഇവിടെ തീറ്റ ഇത്രയുണ്ട്. തീറ്റയുടെ വാല്യൂ 0 ആവുന്നത് മാക്സിമം ഹൈറ്റിലായിരിക്കും. തീറ്റയുടെ വാല്യൂ 0 ആവുന്നത് മാക്സിമം ഹൈറ്റിലായിരിക്കും. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ടി ടൈമിൽ ഈ പ്രൊജക്ടൈൽ എവിടെ എത്തി? മാക്സിമം ഹൈറ്റിലെത്തി. ടി ടൈമിൽ പ്രൊജക്ടൈൽ എവിടെ എത്തി? മാക്സിമം ഹൈറ്റിലേക്ക് എത്തി. ഓക്കെ, ബാക്കി വായിക്കാം. ഇഫ് ആർ റെപ്രസെൻറ്റ്സ് ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ, വാല്യൂ ഓഫ് തീറ്റ വിൽ ബി. ഇനി പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്ത ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുക, അല്ല? ഈ ദൂരം അത് ആറായിട്ട് എടുക്കുകയാണെങ്കിൽ, ഹൊറിസോണ്ടൽ റേഞ്ച് ആറായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. തീറ്റ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ ഓപ്ഷൻസിൽ നമുക്ക് ഇവിടെ ടി ആർ, ആർ ടി, ടി ആർ, ആർ ടി. അപ്പോൾ നമുക്ക് ആറിൻ്റെയും ടിയുടെയും ടൈംസിലാണ് എന്ത് ചെയ്യാൻ ഉത്തരം കിട്ടാൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആറ് കണ്ടുപിടിക്കാം. ഇവിടെ ഈ ഹൊറിസോണ്ടൽ റേഞ്ച്, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റീനെ ടോട്ടൽ ടൈം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇനി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്താണ് സാർ? അത് 25 കോസ് തീറ്റ. 25 കോസ് തീറ്റേനെ ടോട്ടൽ ടൈം എന്താണ് സാർ? ശ്രദ്ധിക്കാം, ഈ ടോപ്പ് വരെ എത്താനായിട്ട് ടി ടൈം എടുത്തു. കണ്ടോ? പകുതി വരെ വരാൻ ടി ടൈം, വീണ്ടും പകുതി പോകാൻ വീണ്ടും ടി. ടോട്ടൽ ടൈം എത്രയായിരിക്കും സാർ? 2t ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, നമുക്കിതുപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ടൈം 2t കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ടോട്ടൽ ടൈമിൻ്റെ ഇക്വേഷൻ, ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊജക്ടൈലിലെ ടോട്ടൽ ടൈം 2u സൈൻ തീറ്റ ബൈ ജി ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ടൈം 2t, ഇവിടെ ടോട്ടൽ ടൈം 2t എന്ന് പറയുന്നത് 2 ഇൻറ്റു യു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര? യു സൈൻ തീറ്റ 25 സൈൻ തീറ്റ. 25 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 10 ആയിട്ട് എടുക്കുക. സോ 2t എന്ന് പറയുന്നത് ടോട്ടൽ ടൈം നമുക്ക് എത്രയെന്ന് കിട്ടും? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 5 സൈൻ തീറ്റ എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ പരിപാടികളൊക്കെ തീരാറായി. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ r ഈസ് ഈക്വൽ ടു 25 കോസ് തീറ്റ ഇൻറ്റു 2t ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷനായിട്ടുള്ള 2t ഈസ് ഈക്വൽ ടു 5 സൈൻ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കിയേ. ശ്രദ്ധിക്കുക, ഇവിടെ 25/5, ഇവിടെ ഒരു 5 കിട്ടും. 5 ഇൻറ്റു 2 10 കിട്ടും, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 10t എന്ന് കിട്ടും. 5 ഇൻറ്റു 2 പിന്നെ t 10t. ഈ 10tന് ഇപ്പുറത്ത് എടുക്കുമ്പോൾ r/20t സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ എന്താടാ? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ സാർ? അത് കോട്ട് തീറ്റയാണ്, അല്ലേ? അപ്പോൾ ഇതിന് തീറ്റ എന്തായിരിക്കും? ഇത് സിംപ്ലൈസ് തീറ്റയുടെ വാല്യൂ കോട്ട് ഇൻവേഴ്സ് ഓഫ്
r/20t² ആയിരിക്കും. ഓക്കെ സാർ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ടോ? കോട്ട് ഇൻവേഴ്സ് ഓഫ് r/20t². ഓപ്ഷൻ 4 വിൽ ബി ദ റൈറ്റ് ആൻസർ.